ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു ചെറിയ വ്ളോഗാണ്, കാരണം നല്ല മഴയാണ്, റെഡ് അലർട്ടൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിച്ചു നീട്ടി വ്ളോഗ് ചെയ്യുന്നില്ല. ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആകെ ശോകം. അപ്പോൾ ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ഉണ്ടാണ് ഞാൻ ഇറങ്ങിയേക്കണത്. ഇന്നിപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ കുറച്ച് സർജൊക്കെ കാണിക്കുന്നുണ്ട്. സർജ് മീൻസ് ട്രിപ്പിൽ എയർപോർട്ട് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡ്, തൃക്കാക്കര, എന്തൊക്കെ എവിടെയൊക്കെ വെള്ളം മുങ്ങിയിട്ടുണ്ട് മനസ്സിലായോ. നമ്മുടെ വണ്ടി പെടരുതല്ലോ വിത്ത് കസ്റ്റമേഴ്സ്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനൊരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കാണ്. ആ ഏരിയയും അത്യാവശ്യം വെള്ളം കയറാനൊക്കെ ചാൻസ് ഉള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഇൻ കേസ് ഇനിയിപ്പോൾ വെള്ളം കയറിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് നമ്മൾ പറയും ഇവിടം വരെ ഉള്ളൂ ഗൈസ് അല്ലേ, ഇറങ്ങിക്കോളാൻ പറയേണ്ടി വരും. കാരണം വെള്ളത്തിലേക്ക് നമ്മൾ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഉണ്ടാവില്ല തള്ളാൻ. വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കിടക്കും, പണി കിട്ടും. വെള്ളത്തിൽ ഇറക്കില്ല, വെള്ളമാണ് മാക്സിമം, വെള്ളമാണ് എല്ലായിടത്തും. എന്നാലും മാക്സിമം നമുക്ക് നോക്കി ട്രിപ്പൊക്കെ എടുത്ത് പയ്യെ ഇങ്ങനെ നൈസായിട്ട് പോവാട്ടാ. വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണ്ടേ. നമ്മുടെ അവസ്ഥയും എല്ലാവരും ഒന്നറിയട്ടെ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. മച്ചാന്മാരെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. അപ്പോൾ മാക്സിമം 1 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ ട്രിപ്പ് വന്നേക്കണത്. പിക്ക് ചെയ്തിട്ട് ബാക്കി നോക്കടാ. ഇന്നലെ നല്ല സീനായിരുന്നു. നല്ല സീൻ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു കുണ്ടന്നൂർ ഭാഗത്തൊക്കെ. ഇൻസ്റ്റാഗ്രാം കയറി നോക്കിയാൽ മതി, എൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് ബാക്കി എക്സ്പീരിയൻസ് ചെയ്യാടാ. പറഞ്ഞ് വായെടുത്തില്ല, അപ്പോഴത്തേക്കും വെള്ളമാണ്. ഇവിടെ നമുക്ക് പരിചയമുള്ള റോഡാണ്, അധികം താഴ്ചയില്ലാത്ത റോഡാണ്. വള്ളിയാണ് ദൈവമേ ഇന്നത്തെ ദിവസം. മിക്ക റോഡ് മുങ്ങിക്കിടക്കണേ. ടാസ്ക്കാണ്, ടാസ്ക് ഡേ. മഴയൊക്കെ പെയ്യാം, ഇതുമാതിരിയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടൂലേ. വള്ളിയാ പെട്ട് റോഡ് ഫുള്ള് മുങ്ങിക്കിടക്കണം. ഒന്ന് ഓടിയാൽ ചിലപ്പോൾ പെടാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിൽ തന്നെയാണല്ലോ. ഐസ്, നമ്മുടെ മുണ്ടംവേലിയിൽ നിന്ന് കയറിയ കസ്റ്റമർ ഒരു ജാപ്പനീസ് മാഡം വരുന്നുണ്ടോ, ജാപ്പനീസ് ചേച്ചിയായിരുന്നു. അതിനെ ഞാൻ സൺറൈസ് ഹോസ്പിറ്റലില്ലേ കാക്കനാട്, അങ്ങോട്ടേക്കാണ് ബുക്ക് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ട്രിപ്പ് കിട്ടിയായിരുന്നില്ല, ഒരു ഇറക്കത്തിൽ നിന്നായിരുന്നു. അന്ന് ഞാൻ ഇവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ട് ഡ്രോപ്പ് ഇട്ടത്. അങ്ങനെ 2 ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 622 rupees 98 paise കിട്ടിയിട്ടോ. സോ ഗൈസ്, ജാപ്പനീസ് ചേച്ചി കുറേയൊക്കെ സംസാരിച്ചായിരുന്നു കേട്ടോ. ജാപ്പനീസ് ചേച്ചി ഐ തിങ്ക് കന്യാസ്ത്രീയാണ്. അതുപരമായിട്ട് കൂടുതൽ ലൈറ്റ് സീനുകളൊക്കെയാണ് സംസാരിച്ചത്. എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തായിരുന്നു. കടിച്ചാൽ കിട്ടാത്ത അല്ലേ, കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെയാണ് പറഞ്ഞത്. എന്നാലും അതിനു മുമ്പിൽ ഞാൻ അടിപതറാതെ നിന്നു ഗൈസ്. അങ്ങനെ കമ്പനിയായിട്ടാണ്, നല്ല രീതിയിൽ കമ്പനിയായി. ജാപ്പനിൽ എവിടെയോ ഏതോ ഒരു കിസോക്കി അങ്ങനെ എന്തോ ഒരു സ്ഥലം, അവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. കേരളത്തിൽ 2 കൊല്ലമായി ഉണ്ട്. പിന്നെ ഈ ഒരു സാറ് പാലക്കാടിലേക്ക് പോണേണ്ട അടുത്ത വന്നിട്ടുണ്ട്. ഇതും ഐ തിങ്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് അടി വന്നത്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നല്ല അടി വന്നത്. റൗണ്ട് അടിച്ച് പോയി എടുക്കണം. പുള്ളി മറ്റേ OTP വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വന്നിട്ടാ എനിക്ക് ഇറങ്ങിപ്പോയി എടുക്കണത്. നോക്കട്ടെ, കറക്റ്റ് സ്ഥലത്ത് വെച്ച് അടിച്ചുകൊണ്ട് കിട്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി കയറി വന്നെങ്കിൽ പെട്ടെന്ന്. യെസ്, ഐ ലൈക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിച്ചാണ്. അത് തന്നെ ഗൈസ്. ഞാനിപ്പോൾ പെരുമ്പാവൂർ സൈഡാണ് നിൽക്കണത്. പെരുമ്പാവൂർ വള്ളം റോഡ്, വല്ലമാണോ വള്ളമാണെന്നറിയില്ല, വല്ലം റോഡ്. ആ റോഡിലേക്കാണ് ഒരു കസ്റ്റമറായിട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ 839 രൂപ സമ്പാദിച്ചു. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് ചാടണമെന്നുണ്ടെങ്കിൽ ഇതിലേ കൂടി പോയിട്ട് സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂരാണെന്ന് പറഞ്ഞു പുള്ളി. നമുക്ക് പോയി നോക്കാം. ഞാൻ ഊബറിൽ തന്നെ മാപ്പ് ഇട്ടിട്ടില്ല. കാര്യാട്
അടുത്തൊരു ട്രിപ്പ് കിട്ടണേടാ. എവിടെ അറിയില്ല, ദൈവമേ സ്ഥലം അറിയില്ല, അതാണ് പ്രശ്നം. ആദ്യമായിട്ടാണല്ലോ ഈ വഴി കൂടെ പോകുന്നത്. ഒന്ന വഴി തന്നെയാണോ? ഫാസ്റ്റസ്റ്റ് റൂട്ട്. ഓക്കെ, ആ 2 ഘട്ട CNG ഉണ്ട്. കാര്യാട് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ജസ്റ്റ് നമുക്ക് ആദ്യം കസ്റ്റമറെ പിക്ക് ചെയ്യാം, എന്നിട്ട് ഗൂഗിളിൽ ഇട്ടുമ്പോൾ അറിയാൻ പറ്റും. 358 കാണിക്കണത്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് യൂറിൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ പാലും വെള്ളത്തിൽ കിട്ടും. നല്ല അടിപൊളി തണുപ്പായതുകൊണ്ടേ സീനാണെന്ന്. ഇഷ്ടപ്പെട്ട കയറും ഐസ്. ഞാനെന്തായാലും ഒന്ന് ഏതെങ്കിലും കുറ്റിക്കാട്ടി കയറട്ടെ, അത് നടക്കുള്ളൂ. അല്ലെങ്കിലേ പണി പാലുമ്പളത്തേക്ക് കിട്ടും. കസ്റ്റമർ തൊട്ടടുത്ത് എവിടെയാണ് നിൽക്കണേടാ? എവിടെ ആ ലോറീൻ്റെ ബാക്കിൽ കയറാം. നൈസ് സ്പോട്ട്. യാ, താങ്ക് യു ലോറി ഫോർ ദ ഗ്രേറ്റ് സ്പോട്ട്. ഇവിടെ തന്നെ സാധിക്കാം. ഒന്നും തോന്നർന്ന് ചേട്ടാ, പറ്റിപ്പോയതാണ്. AC ഒക്കെ കുറച്ചായിട്ടേക്കണം, എന്നിട്ട് ഇടക്കിട്ടൊക്കെ പിടിക്കാന്നാണ്. അയ്യോ. So guys, let's go to pick this madam and എങ്ങോട്ടേക്കാണ് അറിയില്ല. Let's go. പണ്ടാറടക്കും. ഒരു ചേട്ടനവിടെ അടിച്ച് കിളിയായിട്ടിരിക്കണായിരുന്നു. പിന്നെ മച്ചാമാരെ, ഈ ഇപ്പം കയറിയ കസ്റ്റമർ പോലീസിലായിരുന്നു കേട്ടാ, ഷാഡോ പോലീസായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ എവിടെയാണ് വീട്, എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പള്ളുരുത്തിലാന്ന് പറഞ്ഞു. കൊച്ചിക്കാരനാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ. ഉത്സവത്തിനൊക്കെ ഇപ്പോഴും അവിടെ അടി നടക്കാറുണ്ടോ? അവിടുത്തെ ഉത്സവമൊക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ് ഇപ്പോഴും. മുമ്പൊക്കെ ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ള് അടിയും ഇടിയും, പിന്നെ ഏറ്റവും കൂടുതൽ മറ്റേ മയക്കുമരുന്ന് പിടിച്ചേക്കണ സ്ഥലമായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സംസാരിച്ചു. നല്ലൊരു മനുഷ്യൻ. ഉമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. പാവപ്പെട്ടവരല്ലടാ നമ്മളൊക്കെ എന്നൊക്കെ പറഞ്ഞ പുള്ളി. അങ്ങനെ കുറേ സംസാരിച്ചിട്ട് ഇപ്പം ഡ്യൂട്ടിയിലാണോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, പള്ളുരുത്തി ഇപ്പം എങ്ങനെയാണ്, ശാന്തമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അതിലും കൂടുതൽ കേസ് വരുന്ന സ്ഥലങ്ങൾ കൊച്ചിയിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത്. ഇവിടെയൊക്കെ വെള്ളം കയറിയെന്ന് കണ്ടോ അതെ സീൻ. സോ ഗസ്റ്റ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഓഫാക്കുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ദൈവമേ, ഉരുൾ പൊട്ടിയവിടെ. മേളിലോട്ട് കയറുന്ന റോട്ടിലോട്ട് എൻ്റെ വണ്ടി കയറൂല, താഴെ ഇടിക്കും. അവിടെ പൊളിഞ്ഞ് കിടക്കണേണ്. അപ്പൊ ഞാൻ 58ാമത്തെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. VK യൂസഫ് എന്നാണ് പുള്ളി. VK യൂസഫ് എന്നാണ് പേര്. 58ാമത്തെ. കാരണം ഇവിടെ ശരി. ഓക്കെ, വെയിറ്റ് ചെയ്യാം അല്ലേ? അത് തന്നെ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ പെരുമ്പാവൂരിന്ന് എത്തിയിട്ടോ. ഇതൊരു നീണ്ട സ്റ്റോറിയാണ്, അടിപൊളി സ്റ്റോറി ആയിരുന്നില്ല, ഒന്നും പറയണ്ട. ശരിക്കും നമ്മുടെ കാലടി പാലം ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ. അയ്യോ, ഏതോ ഒരു ഗ്ലാസ് തുറന്നു നടക്കണമെന്നോ, ഒന്ന് നോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. നമ്മുടെ കാലടി പാലം നൈസായിട്ട് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ പെരുമ്പാവൂരിന്ന് കാലടി വഴി ഈ റെഡ് കാർപ്പറ്റില്ലേ, ആ സിനിമ തിയേറ്ററിലേക്കായിരുന്നു കേട്ടോ ആ മേഡം ബുക്ക് ചെയ്തത്. മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം കാലടി പാലം വഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പകുതി എത്തി, പക്ഷേ മാപ്പിൽ നമ്മളെ തിരിച്ച് തന്നെ റിട്ടേൺ കാണിക്കണാണ്. അപ്പോൾ ഞാൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം സിനിമ എത്ര മണിക്കാണ്? 1 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴി കൂടി പോയി കഴിഞ്ഞാൽ ഇനി അബദ്ധവശാൽ വല്ല കാലടി പാലം ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചമ്മ ഇതിലേക്ക് കൂടി വരേണ്ടി വരും. ഇപ്പം തന്നെ 15 മിനിറ്റ് ലേറ്റ് ആണെന്ന് പറഞ്ഞിടാം. അപ്പം അതന്നെ എൻ്റെ മാപ്പ് കാണിച്ചു കൊടുത്ത് നടത്തി. നല്ല അടിപൊളി കമ്പനിയായിരുന്നു കേട്ടോ. ഡോക്ടറാണ് പുള്ളിക്കാരത്തി. സോ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടം വരെ സംസാരിച്ച് വന്നേട്ടാ. നല്ല കമ്പനി ഒരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, ഫുള്ള് കോമഡി ആയിരുന്നു.
അയാളെ ഞാൻ പറഞ്ഞു കൊച്ചിയിലോട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വിളിക്കണം. അങ്ങനെ നൈസായിട്ട് നല്ല കമ്പനിയൊക്കെ അടിച്ച് പോകുന്നില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ പടമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇനി കൂട്ടുകാരത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കണം കഥ. കൂട്ടുകാരത്തി ഓൾറെഡി തിയേറ്ററിലുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ച് ഫുള്ള് കോമഡി ഒന്നും പറയാം ഗൈസ്. ഒരു 5 മിനിറ്റ് നമ്മൾ പോസ്റ്റ് ആക്കിച്ചിട്ടാ. കാരണം വേറെ ഒന്നുമല്ല, ഇൻ കേസ് ഇനി അത് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലേ ഇപ്പം മാഡത്തിന് ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടി തിരിച്ചു വരണ്ടല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂറും കൂടി പോസ്റ്റ് ആവും. അപ്പം അതിനെക്കാട്ടും നല്ലത് വേറെ റൂട്ട് കാണിച്ച് ആ റൂട്ട് ഇങ്ങനെ കയറി പോകുന്നില്ല. അതിൽ നമുക്കൊരു 544 റുപ്പീസാണ് കാണിച്ചത്. അങ്ങനെ 1200 സംതിങ് കിട്ടി. നമ്മളിപ്പോൾ അത് എയർപോർട്ടിൻ്റെ സൈഡിലുണ്ട്. എന്താ CNG തീർന്നു പോയി. ഞാൻ പെട്രോളിലാണ് അവിടെ നിന്ന് ഓടി വന്നത്. ഒരു 12 കിലോമീറ്ററോളം. നമുക്ക് എയർപോർട്ടിന് അവിടെ നിന്ന് CNG അടിക്കുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും മാറ്റിയിടാം. ഫുഡും കഴിക്കണം. നൈസായിട്ട് 1:30 മണിയായി. CNG അടിച്ചിട്ട് 755 രൂപക്ക് CNG അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. പെട്രോളിന് അപ്പോൾ പെട്രോളും കാലിയായി. ഇനിയിപ്പോൾ ഇതിനും പെട്രോളും കൂടി അടിക്കായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഒരു 160 രൂപക്ക് പെട്രോളും കൂടി അടിച്ചിട്ടിടാം. പക്ഷെ എന്നാലും ആ സിമ്പിൾ എത്തി കിടക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചിട്ടേക്കാം. ഇൻ കേസ് നമ്മൾ പെട്ട് പോവണ്ട. ഇനി എയർപോർട്ടിൽ ഞാൻ പോകുന്നില്ല. ഞാൻ നമ്മുടെ അത്താണി സൈഡിൽ പോയി കിടക്കുന്നത്. ഒരു ഫ്ലൈറ്റ് ചെരിഞ്ഞു പോകണുണ്ടോ? കാണാൻ പറ്റണ്ട. ഓ നൈസ്. കുറേ പ്രതീക്ഷകളുമായിട്ട് പോണവരുണ്ടാവും, ട്രിപ്പ് പോണവരുണ്ടാവും, അല്ലേ, ദുഃഖത്തോടെ പോണവരുണ്ടാവും. എല്ലാവരും ഉണ്ടാവും അതിൽ. എല്ലാവർക്കും കൊച്ചി റൈഡറിൻ്റെ നമസ്കാരം. പോട്ടെ. ഇവിടെയൊക്കെ ഡേഞ്ചർ കൂടെ വേണ്ട. ഇവിടെയൊക്കെ നോക്കി എടുക്കുക, അല്ലെങ്കിൽ പെട്ടു. ഭയങ്കര സീനാണ് ഇവിടെയൊക്കെ. ഇത്രയും ബ്ലോക്ക് ഞാൻ ഉണ്ടാക്കിയ സബാഷ്. ഇപ്പം നമ്മൾ 1:38 രാവിലെ ഒരു 9:45 ഇറങ്ങിയതാണ്. ഇത്രയും രൂപ ഒപ്പിച്ചിട്ടാ 1245. ഈ കഞ്ഞി കുടിക്കുക. കഞ്ഞി എവിടെ? ഐ നീഡ് സം കഞ്ഞി കിട്ടുന്ന കടയൊന്നും ഇല്ല ഇവിടെ ഈ ഏരിയയിൽ. അവിടെ ഒരു പ്രാവശ്യം കയറി, വെരി ശോകം. അപ്പുറത്തൊരു കട ഉണ്ടായിരുന്നു, അവിടെ കയറിയായിരുന്നു. അതൊക്കെ നമുക്ക് കാറും കൂടി പാർക്ക് ചെയ്യാൻ പറ്റണേ, അതാണ് പ്രശ്നം. എവിടെയെങ്കിലും കഞ്ഞി കുടിക്കുന്ന സ്ഥലം നോക്കട്ടെ കഴിച്ചാൽ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. സമയത്തിന് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും ഈ ബിരിയാണി കഴിച്ച് വയറ് ചാടാനും ചാൻസ് ഉണ്ടെന്നല്ല, ചാൻസ് ആയി ഇത് ചാടി തുടങ്ങി. സോ നമ്മൾ ദോശ, ബിരിയാണി, കപ്പ, പോട്ടി, മീൻകറി, ഊണില്ല. ഊണ് മാക്സിമം ചെറിയ രീതിയിൽ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കണോണ്ടേ അതിന് നോ ബിരിയാണി, നോ മധുരം. പതുക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യട്ടെ. ആദ്യം കഞ്ഞി കുടിക്കാം. കഞ്ഞിയിൽ വലിയ രീതിയിലുള്ള സ്റ്റാർച്ച് ഫാറ്റാണ്, എന്നാലും വലിയ സീനില്ല. ഒരു നേരം ചോറ് അരി ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സീനാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഈ ഫാസ്റ്റ് ഫുഡിനോടൊക്കെ ഗുഡ് ബൈ പറയാം. ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരും. മൂത്രം പിടിച്ചിരുന്ന സീനം, യൂറിനേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സീനാണ്, പല സീനാണ്. എല്ലാം നമ്മൾ തന്നെ നോക്കണം. സോ ലെറ്റ്സ് ഗോ ടു ദ കഞ്ഞിക്കട ആൻഡ് കുറച്ച് കഞ്ഞിയും ഒരു ഡബിൾ ഓംലേറ്റും കഴിക്കാം. എന്നിട്ട് ബാക്കി നോക്കാടാ. നല്ല കടകളൊന്നും കിട്ടിയില്ല ഗൈസ്. ഈ ഏരിയയിലൊക്കെ ഞാൻ നോക്കിയിട്ടൊന്നും രക്ഷയില്ല. പള്ളിയുടെ ഫ്രണ്ടിൽ എൻ്റെ സ്ഥിരം സ്പോട്ടായ നമ്മുടെ പറവൂർ കവല കഴിഞ്ഞിട്ടും നമ്മുടെ ശിവരാത്രിയൊക്കെ കിടക്കൂലേ, ആ സിഗ്നലിൻ്റെ നടുക്കായിട്ട്, അതായത് നമ്മുടെ ചിപ്സിൻ്റെയൊക്കെ സെയിലൊക്കെ നടക്കണം. അവിടെ ഒരു കുരിശുവരയുണ്ട്. ആ കുരിശുവരയുടെ അവിടെ അത് ഞാൻ ഇവിടെ ഇപ്പോൾ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്പോട്ടിലാണ് കൊണ്ടിടാറ്. എൻ്റെ പുണ്യാള കാത്തോളനെ സെൻറ്റ് ജോൺസ് മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ട്രിപ്പ് ഇട്ടു കണ്ടോ. ചാത്തനാട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് വന്നിട്ടാ. ഞാൻ കേട്ടിട്ടില്ല. അത് എനിക്ക് കൺഫ്യൂഷനായി. കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് എനിക്ക് തോന്നണേ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്
എടുത്തില്ല ഗൈസ്. അത് മാത്രമല്ല, അത്ര ദൂരം പോയിട്ടേ നിന്ന് ഇനി ഫുഡ് കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് ശോകമാണ്. 359 രൂപയുടെ ട്രിപ്പ്. പിന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കാണെങ്കിൽ ആ റോഡ് ഫുള്ള് സീൻ, അതൊക്കെ ആലോചിച്ചിട്ടാണ്ടാ. ഇപ്പം നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ആ ജംഗ്ഷനിലേക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ പുഴ നീന്തി കിടന്ന് വേണം പോവാൻ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം ആ കാർ ഇങ്ങോട്ട് ആദ്യം പോട്ടെ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വല്ല കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അത്ര ആഴുള്ള വെട്ടു വേണമെന്ന് വിചാരിച്ചിട്ടാണ്. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ബോട്ട് സർവീസ് നടത്താറുണ്ട്. ചേട്ടൻ നോക്കിച്ചിരിക്കണം. ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് നൈസായിട്ട് പോയി പിക്കട്ടെ. അസറ്റ് പെരിയാർ എസ്കേപ്പ് ചെയ്യുന്നുണ്ടോ ഒരടി വന്നേക്കണത്? ഇതാണെന്ന് എനിക്ക് തോന്നണത്. ചെറിയ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ, ചെറിയ ട്രിപ്പ്. ഇലയിലൂണ് കഴിക്കാൻ വേണ്ടി കയറിയ കസ്റ്റമർ എന്നൊക്കെ പറയൂലേ, അല്ല. അയ്യോ എൻ്റെ അമ്മ. കറക്കിപ്പോയി 97 രൂപ കിട്ടിയത്. ജസ്റ്റ് 1 കിലോമീറ്റർ കറക്റ്റ് 97 രൂപ. ചായ കാപ്പി ഫുഡ് ഇല്ലേ, ഒന്നും പറഞ്ഞില്ല. ഒരു ഹിന്ദിക്കാരി മേഡം വരുന്നു. എനിക്കാണെങ്കിൽ ഹിന്ദിനായി മാലും അല്ലേ. ആകെ ബന്ധുവും ഹർത്താലും മാത്രം അറിയാം. ഹർത്താലിൻ്റെ ബന്ധു എന്ന് പറയും. ഈ സ്ഥലത്ത് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ. ഇപ്പം ചെറിയൊരു ട്രിപ്പ്, ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഈ ഒരു ജംഗ്ഷനിലേക്ക് പരിപാടി കഴിഞ്ഞു. 1342 രൂപ. ഇപ്പം കഴിക്കാനാണെങ്കിൽ ഒരു ചെറിയൊരു കട നോക്കി കിടന്നിട്ടൊന്നും കാണാനുള്ള, എല്ലാം വലിയ വലിയ കടകളാണ്. അടിച്ചു പോകാം. എന്താണ് പറവൂർക്കവലയിൽ നിന്ന് വിട്ടു പോകണില്ലേ? ഇവിടേക്ക് ഒരു ലൈറ്റപ്പ് ചെറിയൊരു ചായ മറ്റേ കന്നിക്കടയൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ അല്ലേ. സൈഡിൽ നിന്ന് ഭയങ്കര ഒരു സൗണ്ട് വന്നത്. അതെന്താണാവും? ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം തുറന്നടക്കണം. പറവൂർക്കവലേൻ്റെ ലെഫ്റ്റിലേക്ക് ഇറങ്ങി ഗൈസ്. വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയാണ് എല്ലാം കിട്ടുമെന്നറിയാൻ. ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചിക്കൻ പൊറോട്ട, കൊത്തു പൊറോട്ട, ഇതൊക്കെ തന്നെയാണുള്ളത്. ബട്ട് കട മാത്രം പൂട്ടി കിടക്കണം. വെരി വെരി ശോകം, വെരി ബാഡ്. ഗൈസ് കിട്ടി ഗൈസ്, എനിക്കൊരു കട കിട്ടി ഗൈസ്. ആ വഴി തന്നെ കിട്ടി. കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ തന്നെ ഒരു ചെറിയൊരു കടയുടെ, കുഴപ്പമില്ല, അവിടെ കയറി കഴിക്കാം. നല്ല ഊണുണ്ടെന്ന് എഴുതിച്ചിട്ടുണ്ട്. വണ്ടി വളക്കട്ടെ. അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ കയറി കഴിക്കാം. ഈ ഒരു ഹോട്ടലാണ് കയറിയത്, ഹോട്ടൽ ഐശ്വര്യ. യെസ്, ട്രിപ്പും കൂടി അടിച്ചു. നമുക്ക് ചിറ്റേത്തുവരയിലേക്ക് കണ്ട അതാവേ പെട്ടെന്ന് എത്തിച്ചേക്കണേ. അയ്യോ സോറി, ദാറ്റ് വേ ആയിരുന്നു. പട്ടിക്കുട്ടൻ മേടിച്ച് ഈ വണ്ടി എന്താ പുറകോട്ട് തന്നെയെന്ന് വയ്ക്കമനെ. ലൊക്കേഷൻ മാറ്റിച്ചാ. റോഡ് ജംഗ്ഷൻ. ഓഫ്, ഇങ്ങനെയായിരുന്നു ഗൈസ്.
വെറുതെ വള്ളിയാക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പൊക്കെ. നമുക്ക് അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. ഏതോ ഒരു നായിൻ്റെ മോൻ കുരച്ചായിരുന്നല്ലോ. അത് എവിടെ നിന്നാണെന്ന് ദൈവത്തിന് അറിയാം. ഇവിടെ നിന്നാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കാലുകൾ മാത്രം. ഞാൻ ഫുഡ് അടിച്ചോ. ചെറിയ ഹോട്ടൽ 50 രൂപ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുള്ളൂ. എനിക്ക് വലിയ ഹോട്ടലിലൊക്കെ കയറിയെന്ന് ഫുഡ് കഴിക്കാനൊക്കെ ശോകമാണ് കഴിച്ചു. അതല്ല ഒടുക്കത്തെ റേറ്റും മേടിക്കും. ഇതൊക്കെ ആകുമ്പോൾ കുറേ കറികളും ഉണ്ടാവും, നല്ല മീൻചാറൊക്കെ ഉണ്ടാവും, അടിപൊളി. അല്ലെങ്കിൽ പിന്നെ കള്ള് ഷാപ്പിലൊക്കെ കയറി നൈസായിട്ട് അടിക്കും. അടിപൊളി 50 രൂപയുടെ ഊണ്, മനസ്സിലായോ? പിന്നെ ഒരു കൊഴുവ ഫ്രൈ മേടിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ആംബിയൻസ് ഉള്ള കള്ള് ഷാപ്പിട്ടാ. ശോകം കള്ള് ഷാപ്പിലൊന്നും കയറില്ല. അത് ആംബിയൻസ് മസ്റ്റാണ്. ഊബർ നമ്മളെ ശരിക്കും വിട്ട് വെറുതെ പൊട്ടനാക്കണേട്ടോ. ഇപ്പം എന്തോ 9-ാം തീയതി എല്ലാ ഓൺലൈനിലെ മച്ചന്മാരും സമരം വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സമരമൊക്കെ വെച്ച് വിജയിപ്പിക്കണം. എല്ലാവരും ഓഫാക്കി ഓണാക്കാതിരിക്കുക. ഊബർ ഇത്രയും ദൂരം അവിടെ നിന്ന് ഓടി വന്നിട്ട് 170 രൂപ. എൻ്റെ പൊന്നെ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഗൈസ്. എല്ലാവർക്കും പൊളിയും. വണ്ടിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ഇറങ്ങിയിട്ട് പൈസയില്ല, വെറുതെ കിടന്ന് ഇങ്ങനെ ചത്ത് കിടന്ന് ഓടണം. മല കയറാൻ പോണം, മല തൃക്കാക്കര തന്നെയുള്ള. ഒരു ട്രിപ്പ് ഇങ്ങോട്ട് അടിച്ചിട്ടാ. ചീത്ത കയറ്റമുണ്ട്. ഇങ്ങനെ പോകാൻ പറ്റുമോ എന്നറിയാം. കേട്ടൊന്നും മനസ്സിലാണല്ലോ എന്തുകൊണ്ടാണ്. സ്റ്റാർട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഒന്നും മനസ്സിലാവില്ല. ചില സമയത്ത് വെറുതെ നമ്മളെ പൊട്ടനാക്കും. ഗൈസ്, ആ മേഡത്തിനെയും ഡ്രോപ്പ് ഇട്ടിട്ടാ. ആ മേഡം ബാങ്കിലേക്കായിരുന്നു. മോനെ ആ ബാങ്കിൽ നിർത്തിയാൽ മതി മോനെ, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. ബാഗിൻ്റെ താഴത്തല്ലേ ഞാൻ കൊണ്ട് നിർത്തിയാണ്. നടന്നു പോകാണ്ട് പിന്നെ എങ്ങനെ പോകാൻ പറ്റും? വാഴക്കാലാണ് സ്ഥലം. അമ്മോ, കുറച്ചും കൂടി കഴിഞ്ഞ് ഇവിടെയൊക്കെ ബ്ലോക്കായിരിക്കും, കട്ട ബ്ലോക്ക്. അതിനു മുമ്പേ ഞാൻ ഈ ഏരിയ വിട്ട് പോണേ, അല്ലെങ്കിൽ ചിലപ്പോൾ 1-1.5 മണിക്കൂറോടെ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ 1700 സംതിങ് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണി ഒളിച്ച് 5 മണി വരെ ഞാൻ ഓടാറുള്ളൂ. 2000 നമ്മൾ ഓടി എടുക്കാറ്. നേരെ പള്ളുരുത്തിലേക്കാണ് നേവിഗേറ്റ് ഇട്ട് വെച്ചേക്കണത്. അത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായി, കറക്റ്റ് എമൗണ്ട് ആവും. പാലാരിവട്ടത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാം. നേവിഗേഷൻ ഇട്ട് വെച്ചിട്ടുണ്ടോ, കുറച്ച് നേരം നിന്ന് നോക്കാം. കിട്ടട്ടെ. എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താണെന്നൊക്കെ അറിയാം. ചെറിയൊരു മൈന്യൂട്ട് സൗണ്ട്, ഇതുവരെ ഇല്ലാത്ത സാധനം വരുന്നത്. അവിടെ ഇപ്പം നിർത്തി ഒന്ന് നോക്കണം. ഗൈസ്, സൗത്തിലേക്ക് ഒരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ നേരെ ഓപ്പോസിറ്റാണ് വന്ന് നിൽക്കുന്നത്. അപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ യൂട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. ചോദിച്ചു നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട വെള്ളമാണ് ഇവിടെയൊക്കെ. അയ്യോ, ഇപ്പോൾ മറ്റേ സ്ഥലത്ത് വെള്ളമില്ലായിരുന്നു. ഇന്നലെ ഞാൻ അവിടെയാണ് ഡ്രോപ്പ് ഇട്ടത്. നല്ല സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഇട്ട്, ഇന്ന് കറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ഇട്ടിടാം. പുറത്ത് ഡ്രോപ്പ് ഇടണം, സീനാണെന്നൊക്കെ കുറേ പേര് കമൻ്റ് അടിക്കണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എവിടെയൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സീനൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും സീൻ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. എനിക്ക് സീനൊന്നും ഉണ്ടായില്ല. ഞാൻ പോയി ഡ്രോപ്പ് ഇട്ട് ഞാനപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ അവിടെ നിർത്തിയിട്ടൊന്നുമില്ല. ഇതങ്ങോട്ട് മട്ടാഞ്ചേരി MG റോട്ടിൽ നിന്ന് വേണ്ട ഒരടിയും കൂടി. ഇതെൻ്റെ ലാസ്റ്റ് ട്രിപ്പായിരിക്കും. വീട്ടിൽ കയറും 5 മണിയാകുമ്പോഴത്തേക്കും.
കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നേരെ മട്ടാഞ്ചേരി, പിന്നെ MG റോഡ് ഉണ്ടാക്കി. MG റോഡിൽ നിന്ന് പിക്കപ്പ് 1.1 കിലോമീറ്റർ ഇടാ, എന്നിട്ട് മട്ടാഞ്ചേരി കൊണ്ടാക്കാം. ഓക്കെ, സെറ്റ്. എനിവേ ഗൈസ്, ഇപ്പോഴത്തെ കസ്റ്റമർ നല്ലൊരു അടിപൊളി കസ്റ്റമറാണ്. ഇന്നെല്ലാം ലേഡി കസ്റ്റമറായിരുന്നു കേട്ടോ. മീൻസ് ഒരു +2 ഡിഗ്രി ഡോക്ടർമാർ എല്ലാം ലേഡി കസ്റ്റമറായിരുന്നു. അടിപൊളി. പിന്നെ ഒരു മറ്റേ പോലീസ് ഓഫീസറും ഷാഡോ പോലീസ് ഓഫീസറും, ബാക്കി എല്ലാ ലേഡി കസ്റ്റമറാണ്. എന്തായാലും നൈസായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇതിപ്പോൾ ഈ കസ്റ്റമറേയും കൂടി ഒന്ന് കൊണ്ടാക്കിയിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാട്ടാ. എങ്ങനെയാണെന്ന് പറയാം. ഈ കസ്റ്റമർ ബാംഗ്ലൂരിലേക്ക് കൊണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു ബേക്കറിയിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ KR ബേക്കറിയിൽ നിർത്താൻ വേണ്ടി നോക്കി. പക്ഷേ KR ബേക്കറിയിൽ നിർത്തിയപ്പോൾ തന്നെ ട്രാഫിക് പോലീസ് മൊബൈലായിട്ട് വന്നിട്ടാ. ഞാനപ്പോൾ തന്നെ പറഞ്ഞ് സാറേ എടുക്കണ്ട, ഞാൻ അതേ പോണേണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി എടുത്തില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഇവിടെ വെച്ചിട്ട് പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ കറക്റ്റ് പാർക്കിങ്ങിൽ ഒരു 4-5 കാറ് കയറുള്ളൂ. അപ്പോൾ നമ്മളതിൽ കൂടെ കുത്തി കയറ്റി വെക്കാൻ നോക്കി, നടന്നില്ല. എവിടെയാണ് നിൽക്കണമെന്ന് നോക്കട്ടെ. ഈ വഴിയാണ് കാണിക്കണത്. നമുക്ക് ഇതിലെ കൂടെ തന്നെ നൈസായിട്ട് പോവാം. ഓ ഗീത സൈനോറിത്ത, I think this customer is standing under the bridge. മെഡിക്കൽ റെസ്റ്റ് ആണെന്ന് വേണ്ട. ഓഫ്, കറങ്ങി തിരിഞ്ഞ് പോകണം മോനെ, പണിയാണ്. സഹോദരൻ അയ്യപ്പൻ റോഡിലാണ് നിൽക്കണേടാ, കുറച്ച് കറക്കമുണ്ട്. എനിവേ ലെറ്റ്സ് നോക്കാം, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ, കസ്റ്റമറായില്ലേ. നമുക്ക് ഈ പാലം കയറുന്ന മുമ്പ് ഒരു യൂട്ടേൺ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ബ്ലോക്കായി, യൂട്ടേൺ അടിച്ചടിച്ച് ബ്ലോക്കായി. ഇപ്പോൾ അവിടുത്തെ യൂട്ടേൺ എടുത്ത് മാറ്റി. ഇപ്പം ഇനി പാലത്തിൻ്റെ അടി കൂടി വേണം നമുക്ക് ഇറങ്ങി ചെല്ലാനടാ, സൗത്ത് പാലത്തിൻ്റെ. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. കസ്റ്റമറേയും കൂടി എടുത്തിട്ട് ബാക്കി കാണാം ഗൈസ്. അങ്ങനെ ഞാൻ മട്ടാഞ്ചേരി തിരികുകയാണ് ഗൈസ്. അവരെ ഞാൻ ഇവിടെ കൊണ്ടാക്കി 220 രൂപ കിട്ടിയടാ. അതിൽ 140 രൂപ അങ്ങോട്ട് എനിക്ക് കിട്ടിയാണ്. അപ്പോൾ എന്തായാലും ടോട്ടൽ 2000 നമ്മൾ ടാർഗറ്റ് എത്തിച്ചേരണം കേട്ടോ. ഡെയിലി 2000, ഒരു 10 തൊട്ട് 5 മണി വരെ ആ മൂടാണ്ട ഞാൻ. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ മൈൻഡാണ് ദിവസങ്ങളൊക്കെ ഓടും. ഇപ്പോൾ ഈ മഴ പെയ്യണതും ഈ പറഞ്ഞ പോലെ ബ്ലോക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു 2000 പിടിച്ചത്. അല്ലാത്ത ദിവസമൊക്കെ നമുക്ക് ഓട്ടം കിട്ടി അടിച്ച് പൊളിക്കാട്ടാ. എനിവേ നമ്മുടെ കൂട്ടുകാരന്മാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരൊന്ന് കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ 2092 റുപ്പീസാണ് ഒപ്പിച്ചേക്കണത്. പിന്നെ ഇന്നത്തെ അടിപൊളി കസ്റ്റമർ എന്ന് പറയാൻ നമ്മുടെ ഡോക്ടറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഡോക്ടർ, ഒന്ന് ചുറ്റിച്ചായിരുന്നു. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഷെയർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ തന്നെ ഉണ്ടാ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. 5 മണി, കറക്റ്റ് 5 മണി. ഇതേ 5 മണി പരിപാടി നിർത്തി. ജൂ ടൗണിൽ കുറേ ഗസ്റ്റ് ഉണ്ട്. എനിക്ക് കുറച്ച് വർക്കുണ്ട് വീട്ടിൽ പോയിട്ട്, അത് വേറെ വർക്ക്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം, കുറേ പണിയുണ്ട്. അയ്യോ, ബൈ ഗൈസ്.